കുഞ്ഞുവിനെ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുള്ള അവളുടെ കല്യാണമായി. ചെറുപ്പത്തിൽ എന്നെ എല്ലായിടത്തും കൊണ്ട് ഉരുട്ടിയിടുന്നതും എനിക്കിട്ട് പാര വെക്കുമായിരുന്നു. അതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവളൊരു പുതിയ ലൈഫിൻ്റെ ഒരു ഫേസിലോട്ട് കടന്നു എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അതും അനന്തചേട്ടൻ്റെ കൂടെയാണെന്ന് പറയുമ്പോൾ അതിനേക്കാൾ സന്തോഷമുണ്ട്. എനിക്ക് ഉറപ്പാണ് അനന്തചേട്ടനെ അവളെ പൊന്നു പോലെ നോക്കുന്നുള്ളതും മതി. അത് പിന്നല്ലേ നമുക്ക് അടിച്ചു കൊടുക്കുന്ന ഡോറയുണ്ട്. പിന്നെ അതേ ഇവരൊക്കെ നിനക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് നമ്മളല്ലേ പഠിക്കാൻ, നല്ല കോളേജ് കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും. കുഞ്ഞും ഞങ്ങളും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ കൂടെ നടക്കുമ്പോൾ അത് നമുക്ക് തോന്നില്ല. കാരണം കുഞ്ഞും ഞങ്ങളും ഒറ്റ മൈൻഡിലായിരുന്നു എല്ലാ കാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അമ്പലത്തിൽ ഏത് ഉത്സവം വന്നാലും ഒക്കെ ഞങ്ങളെ കൊണ്ടുവരുന്ന കുഞ്ഞായിരുന്നു. എവിടെയെങ്കിലും പോകണം എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പെർമിഷൻ ചോദിക്കുക, എന്നിട്ട് കുഞ്ഞിൻ്റെ കൂടെ അങ്ങ് പോവുക. കുഞ്ഞ് ഞങ്ങളെല്ലായിടത്തും അങ്ങനെ കൊണ്ടു നടക്കുമായിരുന്നു. എൻ്റെ കുഞ്ഞിലെ തൊട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അവളുടെ കല്യാണം സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങൾ എപ്പോഴും പറഞ്ഞ് കളിയാക്കാറുണ്ട്. മധുരാനന്ദ ഹൃദയാരണ്യ സ്വരലാവണ്യ പ്രണയാരവം നയനാലിംഗ നവകേദാര മനസാരംഗമിവ യോജിതം. എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരിയുടെ മകനാണ് അനന്തു. എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പോഴേ ആനന്ദ് വളരെ ചെറിയ കുഞ്ഞായിരുന്നു. അപ്പോൾ എന്നോട് വളരെ അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. എടുത്തുകൊണ്ട് നടക്കും, പാട്ട് പാടും, അങ്ങനെ ഭയങ്കര ഒരു കെയർ ആയിരുന്നു. നല്ല സ്നേഹമുള്ള ഒരു പയ്യനാണ്. അനന്തുവിന് ഒരു മംഗളകരമായ ഒരു വിവാഹ ജീവിതം ഞങ്ങൾ എല്ലാവരും നേരുകയാണ് ചെയ്യുന്നത്. വിഴിമൂടും വരെ ഉണർന്നിട വേണ്ടുമടി. അനന്തചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഇവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഞാൻ അനന്തചേട്ടനായിട്ട് കൂട്ടായത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനന്തചേട്ടനെ. ഞങ്ങൾ നല്ല കമ്പനിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആള്. എന്തായാലും കുഞ്ഞുവിനെ പൊന്നു പോലെ നോക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞ കരയും. എനിക്ക് ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾ എപ്പോഴും. എനിക്ക് മിക്ക കാര്യങ്ങളും ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ എപ്പോഴും ഓടിച്ചെല്ലണതും അവളുടെ അടുത്തേക്ക് തന്നെയാണ്. ഒന്നിച്ച് തന്നെയാണ് ഞങ്ങൾ. അവൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലും അവൾ എൻ്റെ അടുത്ത് പറയും. ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ബോർഡർ ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അത് കല്യാണം കഴിഞ്ഞാലും അതുപോലെ തന്നെ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അറിയാം, ഒരു വർഷമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ എൻ്റെ അനിയത്തിമാരായിട്ടാണ് കൂടുതൽ ക്ലോസ്. അവർക്ക് വരണമെന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് കുഞ്ഞിനെ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വെൽക്കം ചെയ്യാണ്. അടിച്ചു പൊളിക്കും ഞങ്ങൾ. കുഞ്ഞിനും അനന്തചേട്ടനും ഹാപ്പി മാരീഡ് ലൈഫ്.
शतपथं च शुभम् कल्याणकमनीयं शुभसख्यम् इति गम्यं माधुर्यमकरन्दं वधुवर्यं सुखमं स्नेहं च स्थिरकीर्त्यान्वितदाम्पत्यो सुखवर्धनम् शिवगामि प्राण सौन्दर्यमे सत्यं सर्वमङ्गल्यमे शिवगामि सौन्दर्यमे प्रेमसार सङ्कल्पमे सर्वलोकमङ्गलधारे. ഞാൻ അനന്തുവിൻ്റെ സെക്കൻഡ് കസിൻ ആണ് അമ്മയുടെ സൈഡിലെ. ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അനന്തുവിൻ്റെ കല്യാണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കല്യാണമായിരുന്നു. പെട്ടെന്നാണ് കല്യാണം ആക്കിയത്. അതുകൊണ്ട് ലീവ് എടുത്ത് 3 ദിവസത്തേക്ക് ഓടി വന്നതാണ് കല്യാണം കൂടാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഹാപ്പിയാണ്. രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ് നേരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. என் கூட்டிலே ஒரு ஓரமாய் இருந்தேனடா கண்ணா நீண்டதால் திளைத்தேனடா திசையின்றி நான் தேடி திரிந்தேன் தனியாகவே கண்ணே ஒளியாக நீ என்னை சேர்ந்ததா இழைத்தேனடி. ദീപം ജ്വലിക്ക കോലം എഴുതി മംഗള വാഴ്ത്ത് சேர்ந்து வர சுமங்கலி மாதராரத்தி எடுக்க மனவரை காணும் சுபதி